താജ്മഹലിന്റെ താഴികക്കുടത്തിൽ ചോർച്ച കണ്ടെത്തി. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ തെർമൽ സ്കാനിംഗിലാണ് ചോർച്ച കണ്ടെത്തിയത്. സിബി ജോസഫ് നൽകും വിവരങ്ങൾ. സിബി, താജ്മഹലിന്റെ താഴികക്കുടത്തിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിന് ചോർച്ച സംഭവിച്ചു എന്നുള്ള വിവരമാണ് പുറത്തുവിടുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ തെർമൽ സ്കാനിങ്ങിലാണ് ഈ താജ്മഹലിന്റെ താഴികക്കുടത്തില് ചോർച്ച കണ്ടെത്തിയത്. ഏകദേശം 773 മീറ്റർ ഉയരത്തിലാണ് ഈ വിള്ളൽ കണ്ടെത്തിയത്. ചോർച്ച പരിഹരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ അറിയിക്കുന്നുണ്ട്. 6 മാസമെങ്കിലും വേണ്ടിവരും ഈ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ എന്നുള്ളതാണ് നൽകുന്ന വിവരം. ഒന്നാമതായി ഈ താഴികക്കുടത്തിന്റെ മേൽക്കൂരയുടെ വാതിലും തറയും ദുർബലമായിട്ടുണ്ടെന്നും ഈ താഴികക്കുടത്തിലെ കല്ലുകൾ യോജിപ്പിക്കുന്ന ഒരു കുമ്മായം അത് നഷ്ടപ്പെട്ടാണ് ചോർച്ചയ്ക്ക് കാരണമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായ നിഗമനം. അതുകൂടാതെ ഈ താഴികക്കുടത്തിനെ ഘടിപ്പിച്ചിരിക്കുന്ന ഇരുമ്പ് നിർമ്മിതിയുടെ സമ്മർദ്ദം മൂലം ഈ കുമ്മായത്തിന് ഇളക്കമുണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ഈ ആർക്കിയോളജിക്കൽ സർവേ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത് ചില ലൈറ്റ് ഡിറ്റക്ഷൻ പരിശോധനയോടെ ആണ് ഈ ഒരു ബലക്ഷയം അല്ലെങ്കിൽ ഇതിന്റെ ചോർച്ച കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഉടൻ തന്നെ ഇതിന്റെ അറ്റകുറ്റപ്പണി ചെയ്തുകൊണ്ട് തന്നെ ഇത് താജ്മഹലിന്റെ ഈ ഒരു ചോർച്ച അത് പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ സീനിയർ കൺസർവേഷൻ അസിസ്റ്റന്റ് അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത്. എന്തായാലും 6 മാസമെങ്കിലും സമയം വേണ്ടി വരും എന്നതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആര്യ, അതായത് നിലവിൽ ഈ ചോർച്ച പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ ചോർച്ച പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ അറിയിച്ചിരിക്കുന്നത്. താജ്മഹലിന്റെ സീനിയർ കൺസർവേഷൻ അസിസ്റ്റന്റ് തന്നെ അറിയിച്ചിരിക്കുന്നത്. ഈ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിന് ഏകദേശം 6 മാസമെങ്കിലും സമയമെടുക്കും. ഇതില് ഈ ഒരു ചോർച്ച പരിഹരിക്കാതെ 73 മീറ്ററോളം ഉയരത്തിലാണ് ഈ ഒരു വിള്ളൽ ചെറിയൊരു ചോർച്ച കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല ഇത് തെർമൽ സ്കാനിങ് വഴിയാണ് ഈ ചോർച്ച കണ്ടെത്തിയത്. വലിയ രീതിയിലുള്ള ഒരു ബലക്ഷയം എന്ന് പറയാൻ കഴിയില്ല, ചെറിയൊരു ചോർച്ചയാണ്. നമുക്കറിയാം, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ലോകാത്ഭുതങ്ങൾ ഒന്നായ താജ്മഹൽ സ്വാഭാവികമായും അതിന്റെ കാലവർഷം അല്ലെങ്കിൽ കാലപ്പഴക്കം കൊണ്ട് ഉണ്ടായ ഒരു ചെറിയ ഒരു ബലക്ഷയം എന്ന് പറയാൻ കഴിയില്ല, ചോർച്ച എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഇതിലെ അറ്റകുറ്റപ്പണികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ആര്യ, ശരി, സിബി ജോസഫാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.